കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയ പിഴവിൽ ഉടൻ കേസ് രജിസ്റ്റർ ചെയ്യും. ചികിത്സാ വീഴ്ചയ്ക്കെതിരായ നിയമപ്രകാരമാണ് കേസെടുക്കുക. ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ അജിത്തിന്റെ ബന്ധുക്കളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സമീർ സി മുഹമ്മദ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. സമീർ, ഇത് രണ്ടാമത്തെ സംഭവമാണ് ശസ്ത്രക്രിയയിലെ പിഴവ് എന്നത്. അപ്പോൾ ഈ അജിത്തിന്റെ കുടുംബം പറഞ്ഞ കാര്യങ്ങൾ വളരെ ഗൗരവമുള്ളതാണല്ലോ. പോലീസ് ഇപ്പോൾ നടപടികളിലേക്ക് കടന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോപി, പോലീസ് ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. അജിത്തിന്റെ ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ഗുരുതരമായിട്ടുള്ള പിഴവ് സംഭവിച്ചു എന്ന് തന്നെയാണ് കുടുംബം പോലീസ് നൽകിയിരിക്കുന്ന മൊഴി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ACP KE പ്രേംചന്ദ്രന്റെ നേതൃത്വത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുന്നത്. ഇപ്പോൾ നമുക്കൊപ്പം അസിസ്റ്റന്റ് കമ്മീഷണർ തന്നെ ചേരുന്നുണ്ട്. സർ, ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തി, ഇനി എന്തൊക്കെയാണ് നടപടികൾ? അജിത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നമ്മൾ FIR രജിസ്റ്റർ ചെയ്യാനാണ്. ഇപ്പോൾ തന്നെ FIR രജിസ്റ്റർ ചെയ്യുന്നതാണ്. തുടർന്ന് അതിന്റെ പ്രാഥമികമായ വിവരങ്ങൾ ശേഖരിച്ച് ഇതിന് മെഡിക്കൽ നെഗ്ലിജൻസ് ഉണ്ടായിരുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് മെഡിക്കൽ ബോർഡിന് നമ്മൾ റിപ്പോർട്ട് കൊടുക്കുന്നതാണ്. അവരെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കുന്നു. 3 ഡോക്ടർമാരാണ് സർജറി നടത്തിയെന്ന് പറയുന്നു. അപ്പോൾ ആളെ തിരിച്ചറിയുക, തുടർന്നുള്ള നടപടികൾ അത് എത്രമാത്രം വേഗത്തിലാവും? അതൊക്കെ നമ്മൾ വെരിഫൈ ചെയ്യാണ്. അപ്പോൾ രോഗിയുടെ അജിത്തിന്റെ മൊഴിപ്രകാരമുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആരൊക്കെയാണ് സർജറി ചെയ്തത് അതൊക്കെ നമ്മൾ അന്വേഷിച്ച് വരികയാണ്. എന്തൊക്കെ വകുപ്പുകളായിരിക്കും പ്രധാനമായും? ഇപ്പോൾ അതിനകത്ത് IPC ഒഫൻസ് ആണ് ഇട്ടിരിക്കുന്നത്. നോക്കിയിട്ട് ബാക്കി നെഗ്ലിജൻസ് ഉണ്ടെങ്കിൽ അത് മുമ്പോട്ട് പോകും. ഗോപി, എന്തായാലും പോലീസിന്റെ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. ACP തന്നെ നേരിട്ട് എത്തി അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അജിത്തിന്റെയും ബന്ധുക്കളുടെയും മൊഴി രേഖപ്പെടുത്തി. അതിന് ശേഷം ഏറ്റവും ആദ്യത്തിൽ തന്നെ ഇതിന്റെ FIR രജിസ്റ്റർ ചെയ്യും. തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ACP വ്യക്തമാക്കുന്നത്. ശരി, സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്.